ഹലോ എവ്രി വൺ. ഈ വ്ളോഗ് എന്ന് പറയണത് ഒരു ഭയങ്കര സ്പെഷ്യൽ. എൻ്റെ ഈ ഉറക്കത്തിൽ നേടിയിട്ടുള്ള അഭിനയമൊന്നും നിങ്ങൾ മൈൻഡ് ആക്കണ്ട. പക്ഷേ ശരിക്കും നല്ല ക്ഷീണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ മാറ്റി നിർത്തിയാൽ ഈ വ്ളോഗ് എന്ന് പറയുന്ന ഒരു സ്പെഷ്യൽ ആൻഡ് ഭയങ്കര ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള വ്ളോഗാണ്. കാരണം എൻ്റെ ചേച്ചിയുടെ വൺ ഓഫ് അവർ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഡേയ്സ് ഇൻ അവർ ലൈഫാണ് ഈ വ്ളോഗ് എന്ന് പറയണത്. നമുക്കപ്പം ബാക്കി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഒരു ചെറിയൊരു കഥയിൽ നിന്ന് തുടങ്ങാം. അപ്പോൾ ചെറുപ്പത്തിൽ ഞങ്ങളൊക്കെ ബോംബെയിലായിരുന്ന സമയത്ത് പൊൻചേച്ചി അവിടെയാണ് പഠിച്ചത് 3rd വരെ. അപ്പം സ്കൂളിൽ പോയിട്ട് എന്തോ എന്തോ ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. എന്തോ ഓട്ട മത്സരത്തിൽ പങ്കെടുത്തിട്ട് നേരെ താഴെ വീണ് നമ്മുടെ പൊൻചിയുടെ ഈ കവള് മുറിഞ്ഞിട്ട് നേരെ വന്ന് സ്റ്റിച്ചൊക്കെ ഇട്ടിട്ട് ഒരവസ്ഥ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് സ്റ്റിച്ചൊക്കെ ഇട്ട് നേരെ വീട്ടിൽ വന്നു. അപ്പനും അമ്മയും ഹാളിലിരുന്ന് എന്തോ സംസാരിക്കുക. അപ്പം ഞാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞെന്ന് പറഞ്ഞാൽ എത്ര ഉണ്ടാവും, ഒരു 2-3 വയസ്സെങ്ങാനും കാണുമായിരിക്കും മാക്സിമം എന്നാണ് എനിക്ക് അവർ പറഞ്ഞേക്കുന്ന അറിവില്ല കേട്ടോ, എനിക്ക് ഓർമ്മയില്ല. എൻ്റെ അപ്പനും അമ്മയും പറഞ്ഞേക്കുന്നതാണ് പൊൻചി. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടെ റൂമിൽ നിന്ന് അങ്ങ് ഭയങ്കര അടിയായി. ചെറുപ്പത്തിൽ എനിമീസ് എന്ന് പറഞ്ഞാൽ എനിമീസ് ആയിരുന്നു ഞങ്ങൾ രണ്ടുപേരും. അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും പറച്ചിലും അതും ഇതും എന്തൊക്കെയോ ആയിട്ട് എനിക്ക് ദേഷ്യം വന്നിട്ട് ഞാൻ മുഖത്തിനോട്ട് ഒരൊറ്റ കുത്തങ്ങ് കൊടുത്തു. ഞാൻ ഓർക്കുന്നില്ല വീണതാണ്, സ്റ്റിച്ചിട്ട മോളാണെന്നൊന്നും ഞാൻ ഓർക്കുന്നില്ല. ഞാൻ കുഞ്ഞല്ലേ, ഇനിയിപ്പോൾ അങ്ങനെയൊക്കെ കുഞ്ഞല്ലേ എന്നൊക്കെ പറഞ്ഞ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷെ മുഖത്തിനിട്ട് ഒരൊറ്റ കുത്ത് വെച്ച് കൊടുത്തു. ആ സ്റ്റിച്ചൊക്കെ അങ്ങ് പൊട്ടി ഗൈസ്. എന്നിട്ട് സ്റ്റിച്ച് പൊട്ടി, ഞങ്ങളാണെങ്കിൽ സ്റ്റിച്ച് പൊട്ടിയപ്പോഴത്തേക്ക് ടെൻഷൻ ദൈവമേ അപ്പനും അമ്മയും വന്നു കഴിഞ്ഞാൽ പെടുവല്ലോ, രണ്ടുപേർക്കും വഴക്ക് വെക്കുമല്ലോ, പ്രശ്നമാണെന്നോർത്ത് ഞങ്ങളാണെങ്കിൽ അവിടെ ഉണ്ടായിരുന്ന സാധനങ്ങൾ പേപ്പറൊക്കെ വെച്ചിട്ട് ചോര എടുക്കാൻ നോക്കുന്നത്. അപ്പോൾ കുറേ നേരിട്ട് അപ്പനും അമ്മയും ഞങ്ങൾ രണ്ടുപേരും കാണുന്നില്ല. അപ്പോൾ അവരകത്ത് വന്ന് നോക്കുമ്പോൾ ഞങ്ങളാണെങ്കിൽ ഈ പേപ്പറൊക്കെ വെച്ചിട്ട് ഈ നമ്മുടെ ബ്ലഡ് പൊൻചിയുടെ ഇതിൻ്റെ സ്റ്റിച്ച് പൊട്ടിയ ബ്ലഡ് ഇതാക്കാൻ നോക്കുകയാണ്. അത് അങ്ങനെ തുടങ്ങിയൊരു ബന്ധമാണ് ഞാനും എൻ്റെ ചേച്ചിയും. അത്രയും വഴക്കാളിയും എന്ത് പറഞ്ഞാലും നീ പൊടി എന്ന് പറയുന്ന ഒരു ബന്ധത്തിൽ തുടങ്ങിയതാണ്. പറയുമ്പോൾ എന്നെക്കാട്ട് 5 വർഷം മൂത്തതാണ് കേട്ടോ പൊൻചി. കാണുമ്പോൾ കുഞ്ഞാന്നേ ഉള്ളൂ, എന്നെക്കാട്ട് നല്ല പ്രായമുണ്ട് ഈ സ്ത്രീക്ക്. അപ്പോഴത്തേക്കും അങ്ങനെ ഇരുന്നിരുന്നതിൽ നിന്നും ഇപ്പം ഞങ്ങൾ ഇവോൾവ് ചെയ്ത് ഇപ്പം ഞാൻ ആലോചിക്കുമ്പം എൻ്റെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്ന ഒരാളാണ് പൊൻചേച്ചി എന്ന് പറയണത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തും പറയാം, വിത്തൗട്ട് ജഡ്ജ്മെൻറ്റ്സ് കേൾക്കും, വഴക്കൊക്കെ പറയും. അങ്ങനെ നീ ഇങ്ങനത്തെ ഓരോ കുരുക്കിക്കത് ചെന്ന് പെട്ടോ എന്നൊക്കെ വന്ന് പറയും. പക്ഷെ എന്നാലും എന്തും പറയാൻ പറ്റും, എന്തും ഓപ്പണായിട്ടുള്ള എന്താണ് നമ്മുടെ ഫാമിലിയിൽ അങ്ങനെ ഒരാളുള്ളത് ഭയങ്കര നല്ലതാണ്. അതേപോലെ തന്നെ പൊൻചേച്ചി അപ്പനോടോ അമ്മയോടോ ആണെങ്കിൽ എന്ത് വേണേലും പറയാം. അവരൊന്ന് ആദ്യം ഇനീഷ്യലി നമ്മളെയൊക്കെ ഒന്ന് ചീത്ത പറയും, എന്തിനാ ഇങ്ങനെ ചെയ്യുന്നൊക്കെ രീതിയിൽ ചോദിച്ചാലും എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും എന്നുള്ളത് നമുക്കറിയാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ വാട്ട് വി ഹാവ് ഇസ് ജസ്റ്റ് അവർ ഫാമിലി. അതാണ് ലൈക്ക് എന്ത് പറഞ്ഞാലും അത് വിട്ടൊരു കളിയില്ല. അപ്പോൾ ഇന്നത്തെ ദിവസം എൻ്റെ ചേച്ചിയുടെ ഞാൻ ഈ വ്ളോഗ് ഇങ്ങനെ എടുക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ എണീറ്റപ്പോൾ തന്നെ ഞാൻ ഫുൾ ഓവർവെൽംഡ് ആയിരുന്നു. എന്തൊക്കെയാണ് നടക്കണം, ദൈവമേ കല്യാണം കഴിക്കാൻ പോകണോ. അപ്പോൾ ബേസിക്കലി ചേട്ടനും ഉണ്ട്. ചേട്ടനെ ഞാൻ മര്യാദയ്ക്ക് പരിചയപ്പെടുത്തി തരാം. വേറൊരു വ്ളോഗിൽ പ്രോപ്പറായിട്ട് ഞാനും ചേച്ചിയും ചേട്ടനും കൂടെ ഉള്ളൊരു വ്ളോഗ് എന്തായാലും ഇടുന്നതായിരിക്കും. കാരണം അവരുടെ ലവ് സ്റ്റോറിയും അവരെങ്ങനെയാണ് കണ്ടുമുട്ടിയതെന്നും അവരുടെ എന്താണെന്നൊക്കെ ഉള്ളത് നിങ്ങളറിയണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. എനിക്കാണെങ്കിൽ മുട്ടി നിൽക്കണം നിങ്ങളോട് പറയാൻ വേണ്ടിയിട്ട്. ഇതിപ്പോൾ 2 ദിവസം മുമ്പ് നടന്നതാണ്. പക്ഷെ എന്നാലും എനിക്കിങ്ങനെ മുട്ടി നിൽക്കാൻ ദൈവമേ പറയണല്ലോ അങ്ങനത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ വേഗം തന്നെ ഒരു കുട്ടി വ്ളോഗ് ഇടുന്നത്. പ്രോപ്പറായിട്ടുള്ള വീഡിയോസൊക്കെ പിറകെ വരുന്നതായിരിക്കും. അപ്പോൾ ചേച്ചിയുടെ ഒരു എൻഗേജ്മെൻറ്റ് പോലെയാണ്, ഒരു റിംഗ് എക്സ്ചേഞ്ചും അതുപോലെ തന്നെ രജിസ്റ്റർ ചെയ്യുന്നതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ സ്പെഷ്യൽ ഡേ. ഞങ്ങൾ ഒരു കിട്ടിയ അവസരമല്ലേ മുതലെടുത്ത് അങ്ങ് ഒരുങ്ങി തകർത്തിട്ടുണ്ട്. ഞങ്ങളുടെ മേക്കപ്പ് ചെയ്ത് 2 ചേച്ചിമാരാണെങ്കിലും മനാമ എന്ന് പറയുന്ന ബൊട്ടീക്കാണ്, മനാമ എന്ന് പറയുന്ന മേക്കോറാണ് നമുക്ക് ചെയ്തു തന്നത്. ശരണി ചേച്ചിയും അമൃത ചേച്ചിയും കോഴിക്കോടുള്ളതാണ്. അടിപൊളി മേക്കപ്പ് ആയിരുന്നു. 2 പേരുടെയും കണ്ടില്ലേ എൻ്റെ മുഖത്ത് ചിരിയും സാറ്റിസ്ഫാക്ഷനൊക്കെ നിങ്ങൾ കണ്ടില്ലേ. പൊൻചേച്ചിയാണെങ്കിലും മേക്കപ്പ് ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഞങ്ങളെല്ലാവരും എൻ്റെ ദൈവമേ, അപ്പനാണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് വന്നിങ്ങനെ നോക്കുന്നുണ്ട്, ഗേൾസ് എന്തൊക്കെയായി പരിപാടി, ലേഡീസ് കഴിഞ്ഞോ നിങ്ങൾ എന്തൊക്കെയാണ്. അപ്പം ഇങ്ങനെ ഇടയ്ക്ക് വരും നോക്കും. ഇതാണ് നമ്മുടെ താരം, ഇതാണ് ഉണ്ണിച്ചേട്ടൻ, നമ്മുടെ ചേച്ചിയുടെ എൻ്റെ ചേച്ചീൻ്റെ കല്യാണം കഴിക്കാൻ പോകുന്ന പുള്ളിയാണ്. ഇവരുടെയാണ് ഇന്ന് റിംഗ് എക്സ്ചേഞ്ച് ഒക്കെ ഉള്ളത്. അപ്പോൾ അതാണ് ഇവർ തമ്മിൽ വലിയ പ്രണയത്തിലൊക്കെ ആയിരുന്നു. ആ കഥകളൊക്കെ നമുക്ക് പറയാം, വഴിയെ പറയാം. പക്ഷേ ഈ റിംഗ് എക്സ്ചേഞ്ചിൽ നമുക്ക് ഇച്ചിരി കാര്യങ്ങൾ ഇൻഫർമേഷൻ, അതിന് ശേഷം പിന്നെ ടോട്ടൽ വ്ളോഗ് പ്രോപ്പറായിട്ടുണ്ടാവും. പൊൻചേച്ചി ഒരുങ്ങി കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഞങ്ങളെല്ലാവരും ദൈവമേ ഈ പെങ്കൊച്ചിൻ്റെ ഇത് ഇത്ര സൗന്ദര്യം ഉണ്ടായിരുന്നു എന്നുള്ള ഈ രീതിയിലായിരുന്നു. സുന്ദരിയാണെന്നറിയാം, പക്ഷേ എന്നാലും ഇങ്ങനെ ഒരുങ്ങി ആദ്യമായിട്ടാണ് കാണുന്നത്. അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ണിച്ചേട്ടനും വന്നു. ഉണ്ണിച്ചേട്ടനാണെങ്കിലും നല്ല അടിപൊളി ഗ്രീൻ കുർത്തയും മുണ്ടും. എൻ്റെ അപ്പനെ ഞാൻ മുണ്ടെടുത്ത് കാണുന്നത് 3 വർഷത്തിലൊക്കെ ഒരിക്കലാണ്. കാരണം അപ്പം മുണ്ടിടാറേ ഇല്ല കേട്ടോ. അപ്പൻ എപ്പോഴും പാൻസും ഷർട്ടും ഇടാറുള്ളത്, മുണ്ടിടാറേ ഇല്ല. അപ്പോൾ അപ്പനെ മുണ്ടിട്ട് കണ്ട്
എല്ലാ ഫോട്ടോസും നമ്മുടെ വീട്ടുകാരും റിലേറ്റീവ്സൊക്കെ കണ്ടിട്ട് ഫോട്ടോസ് കണ്ടിട്ട് എന്താ പറഞ്ഞതെന്നറിയോ? ചേച്ചീനെ എന്നെ അമ്മേനെ ഒന്നുമല്ല പറഞ്ഞ്, ഈ 4 പേരുടെ കൂട്ടത്തിൽ ഏറ്റവും തിളങ്ങി നിന്നത് മാത്യു ആണ് എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ആ ക്രെഡിറ്റ് അപ്പൻ കൊണ്ടുപോയി ഗൈസ്. ഈ അപ്പൻ ഇങ്ങനെ ഇടയ്ക്ക് ഒരു 6 മാസം കൂടുമ്പോൾ വരും, എല്ലാ ക്രെഡിറ്റും ഒറ്റയടിക്ക് അങ്ങ് അടിച്ചുകൊണ്ടു. അതാണ് അപ്പൻ്റെ സ്വഭാവം. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ പുതിയ ഫാമിലി. ഒരു മെമ്പറും കൂടെ ആഡ് ഓൺ ആയിട്ടുണ്ട്, ഉണ്ണിച്ചേട്ടൻ ഒരു ഫാമിലി ഇപ്പം ആഡ് ഓൺ ആയതൊന്നും അല്ല, കുറേ കാര്യമായിട്ട് ഉണ്ണിച്ചേട്ടൻ അറിയുന്നതാണ്, സംസാരിക്കുന്നതാണ്. ഇവർ ഇഷ്ടപ്പെട്ടപ്പോൾ തൊട്ട് എനിക്കറിയാവുന്നതാണ്, നന്നായിട്ട് അറിയാവുന്നതാണ്. അളിയ എന്നൊക്കെ വിളിച്ച് എന്ത് വേണേലും പറയാൻ പറ്റുന്നൊരു ചേട്ടനാണ്. അതുപോലെ തന്നെ ഞാൻ എൻ്റെ അപ്പനും അമ്മേനെയും വീഡിയോ കോൾ ചെയ്തില്ലെങ്കിലും പൊഞ്ചി ഉണ്ണിച്ചേട്ടനും കൂടെ വീഡിയോ കോൾ ചെയ്ത് സംസാരിക്കുന്നത് കാണാം. അപ്പം നമുക്ക് പോവാം. എല്ലാരും എന്റെ കല്യാണത്തിന് പോവാണ്. എല്ലാരും കല്യാണത്തിന് പോവാണ്. കല്യാണം ഇനി നമുക്കൊരു ചെറിയൊരു അഭിനയ നാടകമാകാം. പ്രസന്റഡ് ബൈ നേഹ മാത്യു, മേഘ മാത്യു ആൻഡ് ഉണ്ണികൃഷ്ണൻ. ഓക്കെ, ഒന്നുമില്ല, ഞാൻ ചുമ്മാ പറഞ്ഞ കേട്ടോ. ഇത് ഞാൻ പറഞ്ഞ ചുമ്മാ ഒന്ന് കാറിലേക്ക് ഇരുത്തിച്ചോളൂ, എന്നിട്ട് കയറിക്കോളൂ, കുറച്ച് റൊമാൻറ്റിക് ആവുന്നൊക്കെ പറഞ്ഞാൽ ഇവരെ കൊണ്ട് സാധിക്കുന്നില്ല ഗൈസ്. ഇവരാണെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് കുട്ടാ പൊട്ടാ സൊട്ട ബന്ധമാണ്. സോ അതുകൊണ്ട് തന്നെ ഒന്നും അങ്ങോട്ട് ഏക്കുന്നില്ല. പിന്നെ ഇവരത്തിനോട് ഞാൻ പറഞ്ഞു ഇറങ്ങിപ്പോക്കോ, വേറെ 2 വണ്ടിയിൽ പോയാൽ മതി എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടെ പിന്നെ ഒരുമിച്ച് കയറി. അതായിരുന്നു ബന്ധം. അപ്പം നമ്മളിപ്പോൾ രജിസ്ട്രേഷൻ ഓഫീസിലേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്, പെരുമ്പാവൂർ തന്നെ. എല്ലാവരും റെഡിയായി കണ്ടല്ലോ. രാവിലെ തന്നെ ഞാൻ നല്ലപോലെ ഉറങ്ങിപ്പോയി, അതുകൊണ്ടാണ് അടുത്ത ഒരു കാര്യം പറയുമ്പോൾ എൻ്റെ ഇടയ്ക്ക് അപ്പനാണ് മുന്നിൽ നിന്ന് വണ്ടി ഓടിക്കുന്നത്. അപ്പൻ വർഷത്തിലൊരിക്കൽ 3-5 വർഷത്തിലൊരിക്കലാണ് മുണ്ടെടുക്കുന്നത്. ആ സുബലഭ ദിവസമായ എന്നാണത്, അതാണ് ഇന്ന്. അപ്പം അതൊരു പ്രത്യേകതയാണ് ഇന്നത്തെ ദിവസത്തിന്റെ. പിന്നെ സാരി, പിന്നെ സുനിതാമ്മനെ നിങ്ങൾ മറന്നുപോയോ? നിങ്ങൾ ചോദിച്ചില്ല, ശരിക്കും ചോദിച്ചു. ഞാൻ ഓർത്തു നിങ്ങൾ ആരെങ്കിലും ചോദിക്കുമായിരിക്കും സുനിതാന്റെ അവിടെ, ആ ആന്റി എവിടെയായിരുന്നു, പക്ഷെ ആരും ചോദിച്ചില്ല. അപ്പം മുടിഞ്ഞ സ്നേഹമായിരുന്നു. അപ്പം സുനിതാന്റിക്ക് ഇച്ചിരി ദേഷ്യമാണ് നിങ്ങളോട്, ആണ്. എന്ത് ആ അമ്മ നമ്മളൊന്നും മൈൻഡ് ആക്കണില്ല. ഇനി നമ്മളുടെ ബ്രൈഡിനെ കാണണ്ടേ? ആവശ്യം ഇതാ, അമ്മേനെ കാണിക്കേണ്ട ആവശ്യമുണ്ടോ? അമ്മ ഇനി പൊഞ്ചി എനിക്ക് ഇങ്ങോട്ട് തായോ. ഇതാണ് ബ്രൈഡ്. ഹലോ ഗൈസ്, അതാ നമ്മുടെ ബ്രൈഡ്. ഓക്കെ, വല്ലപ്പോഴൊക്കെ ഇങ്ങനെ മെനയില് കാണാൻ പറ്റുള്ളൂ. മേക്കപ്പ് ചെയ്തത് ഒരു കല്യാണം കഴിക്കേണ്ടി വന്നു ഇത്രയും മേക്കപ്പ് ചെയ്യാൻ വേണ്ടി. നമ്മുടെ ശരണി ചേച്ചിയും അമൃതയും ഫ്രം മനാമ ചെയ്തത്. കോഴിക്കോടുള്ള മനാമ അവിടെ നിന്നാണ്, എൻജോ കോട്ടസിലുള്ള കേട്ടോ. അപ്പൊ ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പൊ അവരാണ് ഇത് മൊത്തം ചെയ്തത്. എന്നെയും പൊഞ്ചിനെയും അമ്മേനെയും സുന്ദരിയുടെ ചെറിയ ടച്ചപ്പൊക്കെ എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഭയങ്കര അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഞങ്ങളിവിടെ എത്തി. ഞങ്ങളിപ്പം പെരുമ്പാവൂർ പൊഞ്ചി നമ്മളിപ്പോ ഇവിടെ എന്നെ കൊണ്ട് ഇത്രയൊക്കെ പറ്റത്തുള്ളൂ. ഇവിടെ നമുക്കകത്ത് കാണാം. ഓക്കെ, എന്താ പൊഞ്ചി ഇങ്ങോട്ട് വാ. അതല്ല, ഉണ്ണിച്ചേട്ടൻ്റെ എന്താണെന്നൊക്കെ വീഡിയോ ചോദിച്ചിട്ടുണ്ട്. അപ്പനേക്കാളും ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. ഓക്കെ, റെഡി. ഇതാണ് നമ്മുടെ ഗ്രൂം. പക്ഷെ ഗ്രൂമിന്റെ ഇൻട്രൊഡക്ഷൻ വേറെയാണല്ലോ, അത് ഇതല്ല. ഓക്കെ, ഞാന് ചൂട് താങ്ങാൻ പറ്റാത്ത കാരണം വണ്ടിക്ക് തന്നെ ഇരിക്കുകയാണ്. കണ്ണില് ലെൻസ് ഒക്കെ ഇട്ടിട്ടുണ്ട്, കണ്ടോ? അതല്ല, ലെൻസ് ഒക്കെ ഇട്ട്. ഉണ്ണിച്ചേട്ടൻ കുറച്ച് ഷൈ ആണെന്ന് പറഞ്ഞായിരുന്നു. ഉണ്ണിച്ചേട്ടൻ കുറച്ച് ഷൈ ആണ് കേട്ടോ, അങ്ങനെ അധികം ഒന്നും സംസാരിക്കില്ല. പക്ഷെ നമ്മുടെ നാണം മാനം ഹേ, നോട്ട് ലൈക്ക് മീ. യാ, സോ ഇവരുടെ നമുക്ക് മര്യാദയ്ക്കുമില്ല. ഓക്കെ, നമ്മളിപ്പം പുറത്ത് വെയിറ്റ് ചെയ്യാണ്. പുറത്ത് ചുമ്മാ ചൂടത്തിറങ്ങി വെള്ളം മേക്കപ്പ് ഒക്കെ ഒലിച്ച് പോകണ്ട എന്ന് ഓർത്തത് കൊണ്ട് നമ്മൾ കാറിന്റെ ഉള്ളിൽ ഇരിക്കുകയാണ്. എന്റെ AC നമ്മൾ കാറിലിരിക്കുകയാണ്. അവരെങ്ങോട്ട് പോയതാ ഇപ്പൊ ശരിക്കും? അത് മനസ്സിലായി. അവിടെ എന്ത് ചെയ്യാൻ? ടൈമായോ നോക്കാൻ പോയത്. ബ്രൈഡ് ബാക്കിൽ ഇരിപ്പുണ്ട്. നമ്മൾ സ്പെഷ്യൽ കൺസിഡറേഷൻ കൊടുത്ത് ഇരിപ്പുണ്ട്. ഗൈസ്, ഇതെങ്ങനെയുണ്ട് സെറ്റപ്പ്? പുതിയൊരു ഇറക്കുമതിയാ. ഞാൻ കുത്താൻ പോവാണ് നമ്മോട് പറഞ്ഞു. അപ്പൊ അമ്മ വെറുതെ ഇറങ്ങിപ്പോ പോവാൻ. ഇത് മറ്റേ അമൃത ചേച്ചി തന്നെ. അപ്പൊ ഇതാ മമ്മേനെ കണ്ടല്ലോ. മമ്മ ഫുൾ മേക്കപ്പ് ഒക്കെ ചെയ്ത്, ഫുള്ള് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നമില്ല. കല്യാണമാണ്, കുറച്ച് മേക്കപ്പ് ഒക്കെ ചെയ്യാം. ഓക്കെ, അത് സുനിതാന്റി ഇതാ. എന്നാലും നിങ്ങൾ സുന്ദരിനെ ശ്രദ്ധിക്കാത്തതിന് സുന്ദരിക്ക് ഖേദമുണ്ട്. അതുകൊണ്ട് തന്നെ താല്പര്യമില്ല. നാച്ചുറൽ ബ്യൂട്ടി. സുന്ദരി മേക്കപ്പ് ഒന്നും അധികം ചെയ്തിട്ടില്ല. അധികം ഒന്നല്ല, ഒന്നും ചെയ്തില്ലല്ലോ. ലിപ്സ്റ്റിക് മാത്രമേ ചെയ്തുള്ളൂ. അപ്പന. ഓക്കെ, അപ്പൊ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം.
വേഗം പോയി ഓട്ടിപ്പോയി കല്യാണം കഴിച്ചിട്ട് പോര് കേട്ടോ. തിരിഞ്ഞ് സുന്ദരിയാ. ഇതൊരു ചെറിയ ചടങ്ങ് മാത്രം. ഇനി നല്ല വലുതായിട്ടുള്ള കല്യാണം ഈ വർഷം തന്നെ അവസാനം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. പ്രോപ്പറായിട്ടുള്ള കല്യാണം. അപ്പം അതിനെല്ലാം നിങ്ങളെ ഞാൻ വിളിക്കുന്നതായിരിക്കും. നിങ്ങൾ കൂടെ ഉണ്ടായിരിക്കണം. എന്തായാലും നിങ്ങൾ കൂടെ ഉണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷെ ജസ്റ്റ് ടെല്ലിങ് യു നോ, വേണം നമുക്ക് പറയാലോ, നമുക്കിങ്ങനെ പറയാലോ. എന്തമ്മ തോന്നണോ? എന്ത് തോന്നുന്നു? സന്തോഷം തോന്നല്ലേ? പക്ഷെ കണ്ണ് പപ്പയ്ക്കോ? ആദ്യമായിട്ട് പപ്പ ഒരു വേർഡ് പറഞ്ഞു, എനിക്കിനി ചത്താ മതി. ഓക്കെ, ശരിയാണ്. ഭർത്താവ് ഉണ്ണിച്ചേട്ടൻ ഭാര്യ പറയൂ, ടാഗ് ലൈൻ എങ്ങനെയുണ്ട്? ഈ ടാഗ് ലൈൻ എങ്ങനെയുണ്ടെന്ന് ഉറക്കെ പറയണം മിസ്റ്റർ കേൾക്കണമെങ്കിൽ. ഉണ്ണിച്ചേട്ടനൊന്നും പറയില്ല, അതുകൊണ്ട് ഞാൻ ഷൈ ആയതുകൊണ്ട് ഞാൻ വെറുതെ വിടുന്നു. ഓക്കെ, നമുക്കിനി ഇവരെ ഭാര്യ ഭർത്താവ് മാത്രമേ വിളിക്കുള്ളൂ കേട്ടോ. ഒരു ഭാര്യ ഭർത്താവാണ് ഫ്രം നൗ ഓൺ. ഓക്കെ, അങ്ങനെ അവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി വൈകുന്നേരം ഒരു റിംഗ് എക്സ്ചേഞ്ച് ആണുള്ളത്. അപ്പം നമുക്ക് ഓർത്ത് നമ്മൾ ആ കൂടെ നമ്മൾ 2 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, വേറെ ആരും ഉണ്ടായിരുന്നില്ല. നമ്മൾ 2 ഫാമിലീസ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതാ പറഞ്ഞു, ഇനി പ്രോപ്പറായിട്ടുള്ള കല്യാണം ഈ വർഷം അവസാനം ഉണ്ടാവുന്നതായിരിക്കും. ഓക്കെ, ന്യൂജൻ ആൾക്കാർക്ക് പറഞ്ഞാലൊരു പ്രശ്നമില്ല. നമ്മൾ ഇനിയും ഭാര്യ എന്ന് വിളിക്കും. ഭാര്യ ഇങ്ങോട്ട് വരൂ. ഭർത്താവ് അവിടെ ബിസിയാണ്. അപ്പൊ നമുക്ക് ഭാര്യനെ പിടിക്കാം. ഭാര്യ ഇങ്ങോട്ട് വരൂ. ഭാര്യ പറയൂ, ഭാര്യക്ക് എന്താണ് തോന്നുന്നത്? ഭാര്യ മറിഞ്ഞടിച്ച് വീഴരുത്. വീണ കഴിഞ്ഞാൽ കോമഡി ആയിരിക്കും. അങ്ങനെ കാര്യങ്ങളൊക്കെ നേരത്തെ അറിയാവുന്നതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ ഭാര്യ അഞ്ജലി. ഓക്കെ, ഇത് നമ്മുടെ ഭർത്താവിന്റെ സിസ്റ്ററാണ് അഞ്ജലി ചേച്ചിയും ഹസ്ബൻഡും സൂര്യചേട്ടനും നമ്മുടെ ടോട്ടിയും. ഓക്കെ, നമ്മളെത്ര പേര്? ഹായ് പറ. ഹായ്. ഇവിടെ ക്യാമറയിലായി. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ തിരിച്ച് ഹോട്ടലിൽ വന്ന് ചെക്കൗട്ട് ചെയ്തിട്ട് ഇനി വില്ലിംഗ്ടൺ ഐഡലിലെ കാസിനോൻ്റെ അവിടെ പോവാണ്. അവിടെ പോയിട്ട് കുറച്ചൊരു ഈ ഡ്രസ്സ് ഇതപ്പം അമ്മ റെഡിയാക്കി തരുന്ന ഡ്രസ്സ്. അപ്പം അവിടെ പോയിട്ട് കുറച്ച് ഫോട്ടോയൊക്കെ എടുത്ത് എല്ലാം റെഡി ആയിട്ട് വൈകുന്നേരം വേറൊരു പരിപാടി പോലെ, റിംഗ് എക്സ്ചേഞ്ച് പോലെ ഒരു പരിപാടിയും കൂടെ ഉണ്ട്. അപ്പോൾ ഇത് ചെറിയൊരു എൻഗേജ്മെൻറ്റ് പോലെയാണ് കേട്ടോ, ചെറിയൊരു പരിപാടി. ഇനി നമ്മുടെ കല്യാണം പ്രോപ്പറായിട്ട് വേറെ നമ്മൾ സമയത്ത് വരുന്നതായിരിക്കും. അപ്പോൾ ഇതാ അമ്മയുണ്ട് ഇവിടെ. അമ്മ ബിസി റെഡിയാക്കി തന്നുകൊണ്ടിരിക്കുകയാണ് പാവാട. അപ്പം നമുക്ക് ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണോ ഓർ മറ്റേത് സെപ്പറേറ്റ് വ്ളോഗ് എടുക്കാം അല്ലേ? അപ്പം നമ്മൾ ഈ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യണം. ഭാര്യ എന്താ അമ്മ? ഭാര്യ ഇങ്ങോട്ട് വാ, ഒന്ന് വൈൻഡ് അപ്പ് ചെയ്യാനായിരുന്നു. ഭാര്യയുടെ കല്യാണം അല്ലേ ഗൈസ്? അങ്ങോട്ട് വാ. വലിയ നടത്തമൊക്കെ കണ്ടു കഴിഞ്ഞാണ്ടല്ലോ അങ്ങോട്ടേക്ക്. അന്നക്കൂടി പപ്പ ബാക്കിലിരുന്നിട്ട് ഫുഡ് അടി. പപ്പയുടെ റെഡ് ഷർട്ടായിരുന്നു തിളക്കം. ഓക്കെ, ഫുൾ തിളക്കം അതായിരുന്നു. വന്നിട്ട് കൺക്ലൂഷൻ പറഞ്ഞു ഇങ്ങോട്ട് വന്നേ. വൈൻഡപ്പ് ഇങ്ങോട്ട് വാ, ഈ വഴി വാ. അപ്പം കല്യാണം കഴിച്ചു, ഓടിപ്പോയി കല്യാണം കഴിച്ചു വരാന്ന് പറഞ്ഞിട്ട് കല്യാണം കഴിച്ചു. ഭാര്യയെ ഭർത്താവ് അപ്പുറത്താണ്. ആ ഒരു പറയുന്നില്ല ഞാൻ പറയാനാണ് ഞാൻ വന്നത്. അത് വേണ്ട, ആ ഒരു ഇതങ്ങ് മാറി കിട്ടിയല്ലോ. ബാക്കിയൊക്കെ ഡിസംബറിൽ. അപ്പൊ നമ്മളിപ്പോ നേരെ അവിടേക്ക് പോകണം. അപ്പൊ അവിടെ ഉള്ളത് നമ്മൾ വേറെ ലുക്കാണ്, പൊഞ്ചൊക്കെ വേറെ ഡ്രസ്സാണ്. അപ്പൊ അതിന്റെ നമുക്ക് വേറെ വീഡിയോ കാണാമെന്നിരിക്കും. അപ്പം ടാറ്റ ബൈ, സീ യു ഇൻ ദി നെക്സ്റ്റ് വ്ലോഗ്. ഉച്ച കഴിഞ്ഞിട്ടുള്ള വ്ലോഗ്. ഓക്കെ.